പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് MSF നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കവും ഉന്തും തള്ളുമുണ്ടായി. SFIക്കാർക്ക് അഴിഞ്ഞാടാൻ അവസരം ഒരുക്കിയ ഡീനിനെ പുറത്താക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഡീനിനെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് പറഞ്ഞു. സംഘർഷത്തിൽ MSF പ്രവർത്തകന് പരിക്കുണ്ട്. MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് രണ്ടാം ഗേറ്റിൽ പോലീസ് തടഞ്ഞു. പോലീസ് തീർത്ത ബാരിക്കേഡിന്റെ ഒരു ഭാഗം പ്രവർത്തകർ തകർത്തു. ഇതേ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചില പ്രവർത്തകർ നിലത്ത് വീണു. യാതൊരു പ്രകോപനവുമില്ലാതെ ജലപീരങ്കി പ്രയോഗിച്ചത് ചോദ്യം ചെയ്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്ക് തർക്കമായി. സമാധാനപരമായി നടത്തുന്ന സമരങ്ങളെ അടിച്ചൊതുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ആരോപിച്ചു. ഇന്ന് വയനാട് ജില്ലാ MSF കമ്മിറ്റി രണ്ടാമത്തെ തവണയാണ് ഈ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്നത്. കൃത്യമായൊരു മുദ്രാവാക്യത്തെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൊലയാളിക്ക് കൂട്ടുപിടിച്ച കൊലയാളിയായ ഡീൻ നാരായണൻ സ്വയം രാജിവെച്ചു പോവുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് അദ്ദേഹത്തിന് രാജിവെപ്പിക്കുകയോ ചെയ്യണം എന്നാണ് MSF ആവശ്യപ്പെടുന്നത്. അവരെ സസ്പെൻഡ് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത സർക്കാർ നിർവഹിക്കാത്തത് കൊണ്ടാണ് ഒരിക്കൽ കൂടി സമരപോരാട്ടം തീർത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടുള്ളത്. കോളേജിൽ SFIക്ക് അഴിഞ്ഞാടാൻ സഹായം നൽകിയ ഡീനിനെ പുറത്താക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കോളേജിൽ നിന്നും ഡീനിനെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.